വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാരം ഉടൻ നടക്കും. പുത്തുമലയിലാണ് സംസ്കാരം നടക്കുക. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടക്കുക. അതിനുള്ള അവസാനഘട്ട മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ സച്ചിൻ വള്ളിക്കാട് നൽകും. സച്ചിൻ, ഈ 8 മൃതദേഹങ്ങളുടെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്, ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്. എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, ഇതാ ഏറ്റവും അവസാനത്തെ 8ാമത്തെ മൃതദേഹവും ഈ ടേബിളിലേക്ക് എത്തിച്ചു. ഇനി സർവമത പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ പുത്തുമലയിൽ വെച്ച് കാണാൻ സാധിക്കുന്നത്. കാരണം തിരിച്ചറിയാൻ പോലും പറ്റാത്ത 8 മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത്. അതിനാൽ വലിയ രീതിയിലുള്ള ഒരു ആദരവോടുകൂടിയുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നടക്കുക. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മന്ത്രിമാർ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു എഴുതിയിട്ടുണ്ട്. കാരണം ആരൊക്കെയാണ് മരണപ്പെട്ടത്, ഉറ്റര ബന്ധുക്കളെയാണോ നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാത്തവരാണ് നിസ്സഹായരായി ഇവിടെ എത്തിയ മേപ്പാടി കേരളത്തെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. യുവ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ മുഴുവൻ ഈ സർവമത പ്രാർത്ഥന നടക്കുന്ന താൽക്കാലികമായി ഒരുക്കിയ ഷെഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് സർവമത പ്രാർത്ഥന ആദ്യമായി നടക്കും. അതിനുശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടാവും. പിന്നെ മൃതദേഹങ്ങൾ കാണാനും സാധിക്കും. ഇപ്പോൾ സർവമത പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ കടങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് നിത്യശാന്തി ഈ ആത്മാക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഈ സമയം നമുക്കും പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ
ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അടുത്ത കർമ്മം നിർവഹിക്കുന്നതിന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെയും ചൂരൽമല ശിവക്ഷേത്രത്തിലെയും എല്ലാ ഭാരവാഹികളും ആളുകളും ഒക്കെ ഇവിടെയുണ്ട്. NSSന്റെ പ്രിയപ്പെട്ട കർമ്മി ശ്രീ കുട്ടന്റെ നേതൃത്വത്തിൽ കർമ്മം ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര, ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുപാദത്തെങ്കിൽ പൂർണ്ണ മോക്ഷം ലഭിക്കണേ. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന സകല തെറ്റുകുറ്റങ്ങൾക്കും മാപ്പേകണേ സർവേശ്വര. ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനെ ഗണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, പോരുന്നില്ല ഒന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം, ഇല്ലൊന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം, എല്ലാം നിന്നിൽ സമർപ്പിപ്പു. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ. പരേതാത്മാവിനെ ഗണേ, പരേതാത്മാവിനെ ഗണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.
മുകുന്ദ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. സർവേശ്വര ഈ മയ്യത്ത് നമസ്കാരത്തിനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒന്ന് മാറി നിൽക്കണം എന്നുള്ളത് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ മേപ്പാടി മഹല്ല് ഖത്തീബ് മുസ്തഫുൽ ഫൈസി അവർ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. കുറച്ച് പിറകോട്ട് ഒന്ന് മാറിക്കൊടുത്താൽ കുറച്ചുകൂടെ ഉപകാരമാകും. പിറകു ഭാഗത്ത് നിന്ന് ഒന്ന് മാറിക്കൊടുത്താൽ ഉപകാരമാകും. നിസ്കാരത്തിന് സൊഫ് ലൈൻ കറക്റ്റ് ചെയ്യണം. ചെയ്തല്ല അടുത്ത് നിന്നാലും കുഴപ്പമില്ല. ഇമാമ് നിസ്കരിക്കുന്ന ജനാസകളുടെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യുന്നത്. കറക്റ്റായല്ലോ. ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിലാണ് നാം. ലോകമൊട്ടുക്കുമുള്ള ആളുകളെ ദുഃഖിപ്പിച്ച നമ്മുടെയൊക്കെ വേദനിപ്പിക്കുന്ന ദേശത്തിന് പ്രപഞ്ചനാഥനായ അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. പലരും വിട പറഞ്ഞു പോയി. അവരുടെ പരലോകം മൃഗീയ ഭൂമി ഹൃദ്യമായി അവരുമായി പുഞ്ചിരിക്കാനുമുള്ള സൗഭാഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങളുമായി പലരും കഴിഞ്ഞുകൂടുന്നു. ഉറ്റവരെ ഉടയവരെ വിട്ടുപിരിഞ്ഞതിൻ്റെ പേരിൽ എല്ലാവർക്കും ഈ പ്രദേശത്തിനും എന്നേക്കും സർവശക്തനായ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ. أكبر. الله أكبر. الله أكبر. اللهم لا تحرمنا أجرا.
السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് മാറി നിൽക്കണം. വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. സർവമത പ്രാർത്ഥനകൾ പൂർത്തിയായി. ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഈ ഹാളിനകത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്കണം. വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ മാറണം. 8 തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. സർവമത പ്രാർത്ഥന പൂർത്തിയായി. മന്ത്രിമാരായ കെ ശശീന്ദ്രനും കെ രാജനും എം പി രാജേഷുമൊക്കെ അവിടെയുണ്ട്. അല്പം മുമ്പാണ് മൃതദേഹങ്ങൾ പുത്തുമലയിൽ എത്തിച്ചത്. തുടർന്ന് മൃതദേഹങ്ങൾ അവിടെ ടേബിളിൽ വെച്ച ശേഷമാണ് സർവമത പ്രാർത്ഥനയോടെ യാത്രാമൊഴി നൽകുന്നത്. 8 മൃതദേഹങ്ങളുടെ കൂട്ട സംസ്കാരം ആണ് നടക്കുന്നത്. ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളവർ മാത്രമാണ് അതിലേക്ക് പങ്കെടുക്കുന്നത്. ഇനി ഒരു പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. സർവമത പ്രാർത്ഥന കഴിഞ്ഞു. പുഷ്പചക്രം അർപ്പിച്ച ശേഷമാകും ഈ 8 മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുക. മണ്ണിലേക്ക് ഒരുമിച്ച് മടങ്ങുകയാണ്. ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരായ കെ ശശീന്ദ്രനും കെ രാജനുമൊക്കെ പുഷ്പചക്രം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സർവമത പ്രാർത്ഥനയോടെയാണ് യാത്രാമൊഴി ഏകുന്നത്. വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് പുത്തുമലയിലെ ഈ സംസ്കാരം. മൃതദേഹങ്ങളുടെ കൂട്ട സംസ്കാരം ആരെയും കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തിരിച്ചറിയാനാകാതെ ഉറ്റവരെ, ബന്ധുക്കളെ, അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കളെ അടക്കം മനസ്സിലാകാതെ, അല്ലെങ്കിൽ ആരാണെന്ന് മനസ്സിലാകാതെ സംസ്കരിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം. കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി നൽകുകയാണ്. സർവമത പ്രാർത്ഥനയോടെ യാത്രാമൊഴി ഏകിയ ശേഷം മൃതദേഹങ്ങൾ അവിടെ കിടത്തിയിരിക്കുകയാണ്. പുഷ്പചക്രം അർപ്പിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത 8 മൃതദേഹങ്ങളുടെ സംസ്കാരം ഏതാനും സമയങ്ങൾക്കുള്ളിൽ നടക്കും. സർവമത പ്രാർത്ഥനയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ പുത്തുമലയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നവരടക്കം ഉള്ള ജനവിഭാഗമാണ് അവിടെ കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയിലുള്ള മന്ത്രിമാരടക്കം അവിടെയുണ്ട്. പുത്തുമല തികച്ചുമൊരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ 8 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ്. ആദ്യം 27ഓളം മൃതദേഹങ്ങളുടെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിൽ ചിലരെ നാളെ കൂടി തിരിച്ചറിയാൻ ഉള്ള ഒരു അവസരം കൂടി നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 8 മൃതദേഹങ്ങളുടെ സംസ്കാരം മാത്രമാക്കി മാറ്റിയത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സർവമത പ്രാർത്ഥനയും പുഷ്പചക്രം അർപ്പിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാരം നടക്കും.